ലയണൽ മെസ്സി എന്ന മാന്ത്രികനെ പൂട്ടാൻ ലൂയിസ് ഡിലാഫുവിന്റെ മൈതാനത്തൊരുക്കിയത് വെറുമൊരു പ്രതിരോധമായിരുന്നില്ല, അതൊരു ചക്രവ്യൂഹമായിരുന്നു. ലോകകപ്പ് ഫൈനലിൽ അർജന്റീന തകർന്നടിഞ്ഞത് അവർ കളി മറന്നത് കൊണ്ടല്ല, മറിച്ച് ലോക ഫുട്ബോളിന്റെ മിശിഹായുടെ കാലുകളിലേക്ക് പന്തെത്താതിരിക്കാൻ സ്പെയിൻ തീർത്ത ആ കോട്ട കാരണമാണ്. രണ്ടാം ലോകകപ്പ് കിരീടത്തോടെ സ്പാനിഷ് നിര കരുത്തു കാട്ടിയപ്പോൾ ഒരു ടാർഗറ്റ് ഷോട്ട് പോലും മുതിർക്കാൻ കഴിയാതെ അർജന്റീന പതറുകയായിരുന്നു. സ്കലോണിയുടെ പ്ലാൻ ബി എവിടെയാണ് പാളിയത്? മെസ്സി എന്ന ഇതിഹാസത്തെ സ്പെയിൻ കൂട്ടിക്കെട്ടിയ ആ തന്ത്രമെന്നും നോക്കാം. ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ തൊഴിലേറി നീലപ്പട തുടർച്ചയായ രണ്ടാം ലോകകപ്പ് നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അർജന്റീനയ്ക്ക് നിരാശരായി കണ്ണീരോടെ മടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. മെസ്സിയുടെ അത്ഭുത പ്രകടനങ്ങൾ സെമിയിലടക്കം കണ്ടിരുന്നെങ്കിലും കിരീട പോരാട്ടത്തിൽ സ്പാനിഷ് നിരയുടെ ചക്രവ്യൂഹത്തിൽ മെസ്സി അകപ്പെട്ടു. ലയണൽ മെസ്സിയെ അമിതമായി ആശ്രയിക്കുന്ന നിരയാണ് അർജന്റീനയെന്ന് വ്യക്തമാക്കുന്ന പ്രകടനമാണ് ഫൈനലിൽ കാണാൻ സാധിച്ചത്. സ്പെയിൻ മെസ്സിയെ കൃത്യമായി ലോക്ക് ചെയ്ത് കളിച്ചതോടെ ഗോൾ നേടാനോ മികച്ച മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാനോ അർജന്റീനയ്ക്ക് സാധിക്കാതെ പോയി. സ്പാനിഷ് മധ്യനിരയിലെ റോഡ്രിയുടെയും പ്രതിരോധത്തിലെ കുക്കറല്ലയുടെയും ലപ്പോർട്ടയുടെയും കുബാർസിയുടെയും പൊറോയുടെയും മികവ് മെസ്സിക്ക് വെല്ലുവിളിയായി മാറി. മെസ്സിയെ പൂട്ടിയതോടെ സ്പാനിഷ് ഗോൾമുഖത്തേക്ക് പന്തെത്താതെ പോയി. 20 ടോട്ടൽ ഷോട്ടുകൾ സ്പെയിൻ തൊടുത്തപ്പോൾ മറുവശത്ത് 3 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് നേടാനായത്. ടാർഗറ്റ് ഷോട്ടുകൾ സ്പെയിൻ 11 എണ്ണം നേടിയപ്പോൾ അർജന്റീനയുടെ കണക്ക് ബുക്കിൽ അത് 0. ഈ കണക്കിൽ നിന്ന് തന്നെ രണ്ട് ടീമിന്റെയും പ്രകടനം തമ്മിലുള്ള വ്യത്യാസം വ്യക്തം. അർജന്റീന ഫൈനലിൽ കളി മറന്നു എന്നതിനേക്കാൾ അർജന്റീനയുടെ കളി മികവിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന മെസ്സിയെ പൂട്ടിയതോടെ ടീം തകർന്നു എന്ന് പറയുന്നതാവും ശരി. മെസ്സിയെ പൂട്ടാനുള്ള സ്പാനിഷിന്റെ തന്ത്രം ഫലം കണ്ടതാണ് മത്സരത്തിൽ നിർണായകമായി മാറിയത്. അർജന്റീനയുടെ താരങ്ങൾക്ക് അച്ചടക്കത്തോടെ കളിക്കാനായില്ലെന്നതാണ് വസ്തുത. അനാവശ്യമായ പരുക്കൻ ടാക്കിളുകൾ നടത്തിയതിനപ്പുറം മികച്ച പന്തടക്കത്തോടെ കളിക്കാൻ അവർക്കായില്ല. പൊസിഷൻ കാത്ത് കളിക്കാൻ അർജന്റീന താരങ്ങൾക്ക് സാധിക്കാതെ പോയി. മിസ് പാസുകളും ഏറെ. ഫൈനലിൽ ലോക ചാമ്പ്യന്മാരുടെ നിലവാരം കാട്ടാൻ അർജന്റീനയ്ക്ക് കഴിയാതെ പോയി. പ്രതിരോധത്തിലൂന്നി കളിച്ച അർജന്റീന 93 മിനിറ്റിൽ 10 പേരെ ചുരുങ്ങിയതും തിരിച്ചടിയായി. എൻസോ ഫെർണാണ്ടസ് ആണ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത്. 11 സേവുകളുമായി എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയെ ഏറെ നേരം കാത്തെങ്കിലും ഒടുവിൽ ഇതിഹാസ ഗോളിക്കും പിഴച്ചു. ഫെറാൻ ടോറസിന്റെ ആ മിന്നൽ ഷോട്ടിന് മുന്നിൽ എമിലിയാനയ്ക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. പ്രതിരോധത്തിലും മധ്യനിരയിലും അർജന്റീനയ്ക്ക് നിലവാരം കാട്ടാൻ സാധിക്കാതെ പോയി. ഡീപോളും റൊമേറോയും മാർട്ടിനസും മാക്കലിസ്റ്ററുമെന്നും നിലവാരം കാട്ടിയില്ല. മെസ്സിയെ പൂട്ടുമ്പോൾ പകരം പ്ലാൻ ബി എന്തെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോണിക്കും ഇല്ലായിരുന്നുവെന്ന് വേണം കരുതാൻ. സ്പാനിഷ് പരിശീലകൻ ലൂയിസിൽ നിന്ന് പരിശീലനം അഭ്യസിച്ച സ്കലോണിക്ക് ഒടുവിൽ ഗുരുവിന്റെ തന്ത്രങ്ങളോട് തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ്. പന്തടക്കി വെച്ച് എതിരാളികളെ മാനസികമായി തളർത്തി മുന്നേറുന്ന സ്പാനിഷ് തന്ത്രം ഏറ്റവും നന്നായി അറിയാവുന്ന താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി. ബാഴ്സലോണക്കൊപ്പം മെസ്സി ഈ സ്പാനിഷ് തന്ത്രം പലവട്ടം പയറ്റിയിട്ടുമുണ്ട്. എന്നാൽ ഒപ്പമുള്ളവർക്ക് നിലവാരം കാട്ടാൻ സാധിക്കാതെ വരുമ്പോൾ മെസ്സിക്കും കാഴ്ചക്കാരനായി ഒതുങ്ങേണ്ടി വന്നു. സ്പാനിഷ് നിര അവരുടെ ശൈലിയിൽ വിശ്വസിച്ച് കളിച്ചുവെന്നതാണ് ശ്രദ്ധേയം. എന്തായാലും കണ്ണീരോടെ മെസ്സി നിൽക്കുന്ന ആ ചിത്രം ഫുട്ബോൾ ആരാധകരെ വീണ്ടും കണ്ണീരണിയിക്കുകയാണ്. തോൽക്കുമ്പോഴും ലോക ഫുട്ബോളിന്റെ ഒരേയൊരു മിശിഹായി മെസ്സി തുടരുമെന്ന് നിസ്സംശയം പറയാം. തോൽവികൾ ഏതൊരു കരിയറിന്റെയും ഭാഗമാണ്. എന്നാൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസമി ഈ ഫൈനൽ സമ്മാനിച്ചത് ഒരിക്കലും മുടങ്ങാത്ത ഒരു മുറിവായിരിക്കാം. സ്പാനിഷ് കോച്ച് ലൂയിസ് ഡി ലാഫുവെന്റെയുടെ കൃത്യമായ തന്ത്രങ്ങൾക്ക് മുന്നിൽ അർജന്റീനൻ പ്രതിരോധത്തിനും മധ്യനിരക്കും ഉത്തരം കണ്ടെത്താനാകാതെ പോയതാണ് ഈ ദുരന്തത്തിന് കാരണം. തന്ത്രങ്ങളുടെ ഈ പോരാട്ടത്തിൽ സ്പെയിൻ കിരീടം അർഹിച്ചിരുന്നു എന്നതിൽ സംശയമില്ല. പക്ഷേ ഈ ഒറ്റ തോൽവി കൊണ്ട് മെസ്സി എന്ന ഫുട്ബോൾ മാന്ത്രികന്റെ മഹത്വം കുറഞ്ഞു പോകുന്നില്ല. കളി ജയിക്കുന്നവർക്ക് കിരീടങ്ങൾ ലഭിക്കുമായിരിക്കും. കോടിക്കണക്കിന് നെഞ്ചുകളിൽ ഫുട്ബോളിന്റെ ഒരേയൊരു മിശികയായി ലയണൽ ആന്ദ്രേസ് മെസ്സി എന്നും അമരക്കാരനായി തന്നെ തുടരും.